മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 15/10/2001 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അത്തമാണ് നക്ഷത്രം, അത്തം 1-ാം പാദം. ഇടവ ലഗ്നം, ലഗ്നത്തിൽ ശനി ഗുളികൻ, 2-ൽ വ്യാഴം രാഹു, 3-4 ഭാവങ്ങൾ ശൂന്യം, 5-ൽ ചന്ദ്രൻ സൂര്യൻ ശുക്രൻ ബുധൻ, 6-7 ഭാവങ്ങൾ ശൂന്യം, 8-ൽ കുജൻ കേതു, 9, 10, 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ഇടവ ലഗ്നം, ലഗ്നത്തിൽ ശനി ഗുളികൻ, അവിടേക്ക് വരുന്ന രാഹുവിൻ്റെ ദൃഷ്ടി അല്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണത്. പ്രത്യേകിച്ച് ലഗ്നത്തിലൊക്കെ ശനി ഗുളികനോടൊത്ത് രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ അല്പസ്വല്പം നല്ല രീതിയിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ശേഷമായിരിക്കും ഇത്തരക്കാരുടെ ജീവിതത്തിലെ ഉയർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ പരീക്ഷണങ്ങൾ നേരിടുക എന്ന് പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ള ഒരു ഏർപ്പാടല്ല. ആ സമയത്ത് നമ്മളെടുക്കുന്ന ഓരോ ചിന്തകളും തീരുമാനങ്ങളും പ്രവൃത്തികളും എല്ലാം തന്നെ അതീവ പ്രാധാന്യം ഉള്ളതാണ്. കാര്യം പരീക്ഷണ ഘട്ടത്തിൽ നമ്മളെടുക്കുന്ന മേൽപ്പറഞ്ഞ പ്രവൃത്തികൾ, ചിന്തകൾ, വാക്കുകളെല്ലാം തന്നെ പിന്നീടുള്ള നമ്മളുടെ വളർച്ചയെ നെഗറ്റീവായോ പോസിറ്റീവായോ സ്വാധീനിക്കാൻ സാധ്യത ഉള്ളതാണ് എന്നൊരു പോയിൻ്റാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ, ലഗ്നത്തിലൊക്കെ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ പിഴവ് സംഭവിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. രാഹുവിൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് തന്നെ എങ്ങോട്ടാണോ ആവശ്യമുള്ള അല്ലെങ്കിൽ ഗുണം കിട്ടുന്ന ദിക്ക് അതിൻ്റെ നേരെ വിപരീതം പോകാനുള്ള സാധ്യത അറിയാതെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണത്, പ്രക്രിയയാണത്. പക്ഷേ അത് ഒന്ന് ആലോചിച്ച ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാവൂ എന്നത് ഇവിടുത്തെ പ്രാഥമികമായിട്ടുള്ള അറിയേണ്ടുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ലഗ്നാൽ 2-ൽ ഗുളികൻ്റെ തന്നെ ദൃഷ്ടിയിൽ രാഹുവിനോടൊത്ത് വ്യാഴം, ഗുരു ചണ്ഡാള യോഗത്തിലാണ് ഈ പറയുന്ന വ്യാഴം രാഹു കോമ്പിനേഷൻ. അപ്പോൾ രാഹുദശ നടക്കുകയും ചെയ്യുന്നു. വ്യാഴം 2-ൽ നിൽക്കുകയും രാഹുവിനോടൊത്ത് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗുളികൻ്റെ ദൃഷ്ടിയും കൂടെ ഉള്ളതുകൊണ്ട് വ്യാഴത്തിൻ്റെ പവറിനെ കുറയ്ക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 5, 7, 9 ഭാവങ്ങളിലേക്ക് വരുന്ന ദൃഷ്ടികളുടെ പവറിനെയും, എന്ന് വെച്ചാൽ പവറിനെ കുറയ്ക്കുക വഴി ഇവിടെ ഉണ്ടാകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വ്യാഴം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അനുഗ്രഹത്തെ, അനുഗ്രഹത്തെ ഒരല്പം കാലതാമസം വരുത്താം. അതല്ലെങ്കിൽ അല്പം നല്ല രീതിയിൽ വൈകിയ ശേഷം അത് കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള രീതികൾ ഉണ്ടാകാറുണ്ട്. ധാരാളം ആളുകൾക്ക് ഇതിൽ സാധ്യത വളരെ കൂടുതലുമാണ്. നിലവിൽ അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി ആയിട്ട് നിൽക്കുകയും അത് ലഗ്നത്തിൽ ഗുളികനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഏറിയ പങ്കും കാണാറുള്ളത് 100-ൽ 100% എന്നല്ല പറയുന്നത്, ധാരാളം ആളുകൾക്ക് കാണാറുള്ള രീതിയാണ് മാറ്റ ജോലികൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ വിദേശത്ത് അദ്ദേഹം ആദ്യം ഒരു ജോലി ഉണ്ടായിരുന്നു, അവിടുന്ന് മാറി മറ്റൊരിടത്തേക്ക് മാറി, വീണ്ടും മാറേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ ശനി ആയതുകൊണ്ട് തന്നെ സമയം കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങളോ ഉറക്കം കളഞ്ഞുള്ള പ്രവർത്തനങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും വളരെ കൂടുതലാണ്. അദ്ദേഹം അങ്ങനത്തെ ജോലിയിൽ തന്നെയാണ് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇത്തരം ശനി ചെയ്യുന്ന ഒരു രീതിയാണ്. മാത്രവുമല്ല 10-ാം ഭാവാധിപന് രാഹുവിൻ്റെയോ ഗുളികൻ്റെയോ ഒക്കെ ഒരു കണക്ഷൻ, ബന്ധം വന്നു കഴിഞ്ഞാൽ മാറ്റ ജോലികൾ വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതിൽ തന്നെ പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ ഉണ്ടായി പോകുന്ന ആളുകളുണ്ട്, നേരെ മറിച്ച് നെഗറ്റീവായി മാറ്റങ്ങൾ ഉണ്ടാകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടുന്ന കാറ്റഗറിയിലാണ് ഈ പറയുന്ന 10-ാം ഭാവാധിപൻ ലഗ്നത്തിൽ രാഹുവിൻ്റെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 5-ലാണ് സൂര്യൻ ബുധൻ. കമ്പാരിറ്റീവ്ലി നല്ല കോമ്പിനേഷനാണ്, ഒരു കാര്യം ഒഴിച്ച് ഈഗോ. പ്രത്യേകിച്ചും 5-ലൊക്കെ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് മനസ്സിൻ്റെ സ്ഥാനത്തൊക്കെ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ അല്പം ഈഗോ ഇഷ്യൂസ്, വർഗോത്തമം ചെയ്ത സൂര്യനാണ്. ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, ഈ ഞാൻ എന്ന് പറയുന്ന ഇൻവെർട്ടഡ് കോമയിലുള്ള ഒരു പോയിൻ്റ് അവിടെ എടുത്ത് കാണാറുണ്ട്. ഇത് പ്രശ്നക്കാരനുമാണത്. കറക്റ്റല്ല ഉപയോഗിക്കുന്നത് എങ്കിൽ അതീവ പ്രശ്നക്കാരനാണ് ഈ ഞാൻ എന്ന് പറയുന്ന ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ നിൽക്കുന്നത് നീചനായിട്ട് അതേ സൂര്യനോടൊത്താണ്. ശത്രുക്കളാണ് സൂര്യൻ, ശുക്രൻ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊരു ശ്രദ്ധ വേണം എന്നതിവിടെ ആൾറെഡി ഉണ്ട്. അതിനോടൊത്തു പറയേണ്ടുന്നൊരു കാര്യമാണ് 7-ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം കുജനാണ്, ശക്തനായ കുജൻ. 8-ൽ കേതുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. മാത്രവുമല്ല രാഹുവിൻ്റെ 12-ാം ദൃഷ്ടി ഏറ്റുവാങ്ങിയ
ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 7ാം ദൃഷ്ടി വിവാഹസ്ഥാനമായിട്ടുള്ള 7ലേക്ക് വരുന്നു. അതീവ ശ്രദ്ധയോടെ വേണം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുണ്ട്. തുറന്നു പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ട്. 7ാം ഭാവത്തിലേക്ക് ഇൻഡയറക്റ്റായി ഗുളികൻ്റെയും അതേപോലെ തന്നെ രാഹുവിൻ്റെ 6ാം ദൃഷ്ടിയും അതേപോലെ തന്നെ 7ാം ഭാവാധിപനിലേക്ക് ഇൻഡയറക്റ്റായി ഗുളികൻ്റെയും രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാം ദൃഷ്ടിയുമൊക്കെ ഉണ്ട്. ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനിയുടെ 7ാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് തന്നെ, മീൻസ് ലഗ്നത്തിൽ നിന്നുകൊണ്ട് 7ലേക്ക് തന്നെ ശനി ദൃഷ്ടി കൊടുക്കുന്നു. ലഗ്നത്തിൽ നിന്നുകൊണ്ട് 7ാമത്തെ ദൃഷ്ടി കൊടുക്കുന്നു. അപ്പോൾ അവിടെ ശനി കുജൻ യോഗം വന്നു. അതേപോലെ തന്നെ ഡയറക്റ്റ് അല്ല എന്നേ ഉള്ളൂ, രാഹുവിൻ്റെ കണക്ഷൻ വന്നു. രാഹുവിലേക്ക് ഗുളികൻ ദൃഷ്ടി ചെയ്യുക വഴി രാഹുവിലൂടെയും ഗുളികൻ്റെ കണക്ഷൻ 7ലേക്ക് വന്നു. ഇതെല്ലാം തർക്കസാധ്യത ഉള്ള ആളുകളാണ്. അത് കുജനായാലും രാഹു ആയാലും ശനിയായാലും ഗുളികൻ അവിടെ ടോക്സിക് ആക്കും. അപ്പോൾ തർക്കസാധ്യത ഉള്ള വിവാഹ ജീവിതം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ്. അവിടെയാണ് വിവാഹകാരകനെ നമ്മൾ എടുക്കുന്നത്. അത് നീചനാണ്, ശത്രുവിനോടൊത്താണ് നിൽക്കുന്നത്. അതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല, ചന്ദ്രന് ഗ്രഹങ്ങളോട് ഒന്നിനോടും ശത്രുതയില്ല എന്നിരുന്നാൽ പോലും ബുധൻ്റെ ശത്രുവാണ് ചന്ദ്രൻ. അപ്പോൾ ശുക്രൻ സൂര്യൻ ശത്രുക്കളുണ്ട്, ബുധൻ ചന്ദ്രൻ ശത്രുതയിലാണ്. അതിനോടൊത്ത് വിവാഹകാരകനായിട്ടുള്ള ശുക്രൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ 7ാം ഭാവാധിപൻ കറക്റ്റായിട്ട് നിൽക്കണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ വ്യാഴദൃഷ്ടി 7ലേക്ക് വരണം, വരുന്നില്ല. മാത്രവുമല്ല, വ്യാഴം നിൽക്കുന്നത് രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിലുമാണ്. പവർ കുറയും, നേരത്തെ പറഞ്ഞു. ഇതെല്ലാം വളരെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ രാഹുദശ 2034 വരെയുണ്ട്. ഗുളികൻ്റെ ദൃഷ്ടിയുള്ള രാഹുവാണ്. അല്പം ടഫായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ സാധ്യതയുള്ള ഒരു ദശ തന്നെയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് രാഹു. അതിനുശേഷം വ്യാഴം വരുന്ന സമയത്ത് രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. കുജൻ്റെയും ദൃഷ്ടി വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും സാത്വിക ഗ്രഹം ആയതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റേതായിട്ടുള്ളൊരാശ്വാസം ഉണ്ടാകും. അത് കൃത്യമായിട്ട് ഈ രാഹുദേശയൊക്കെ ഇത്തരക്കാർ വളരെ ബുദ്ധിപരമായിട്ട് കടത്തിവിടേണ്ടത് അനിവാര്യം തന്നെയാണ്. മാത്രവുമല്ല, ഈ ബുധൻ്റെ അപഹാരമാണ്, രാഹുവിൽ ബുധൻ്റെ അപഹാരമാണ് നിലവിൽ നടക്കുന്നത്. അതിനുശേഷം വരുന്ന കേതുവിൻ്റെ അപഹാരം വരും. രാഹുവിൽ കേതു കുജനോടൊത്ത്, വർഗോത്തമം ചെയ്ത കുജനോടൊത്ത് രാഹുവിൻ്റെ തന്നെ സ്വാഭാവികമായ 7ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന കേതു. ഈ കേതുവിൻ്റെ അപഹാരം രാഹുവിൽ കേതുവാണ്. അങ്ങേയറ്റം ശ്രദ്ധിക്കുക. ഹെൽത്ത് 8ലാണ് കുജൻ നിൽക്കുന്നത്. ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ, അതേപോലെ തന്നെ പുതിയ സൗഹൃദങ്ങൾ, അതേപോലെ തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ രാഹുൽ കേതുവിൽ ഒരു പ്രത്യേക കരുതലോടെ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമല്ല, അത്യാവശ്യം തന്നെയാണ്. അബദ്ധം പറ്റാൻ പറ്റിയ സമയമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് കടന്നു കയറുന്ന സാധ്യതയുള്ളൊരു സമയം. അപ്പോൾ അതിനൊരു അല്പം ജാഗ്രതയോടെ മുൻകരുതലോടെ നേരിട്ടാൽ ഏറെ നന്ന്. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ചേരുന്ന ഗ്രഹനിരകൾ ചേർക്കാൻ പറ്റിയാൽ ഏറെ നല്ലത്. അതല്ലാത്ത പക്ഷം, പ്രത്യേകിച്ചും 5ലൊക്കെ സൂര്യൻ നിൽക്കുന്ന സമയത്ത് അല്പം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടാകും. അതിനോടൊത്ത് പോകുന്ന ഒരു ക്യാരക്ടറല്ല വിവാഹ സ്ഥാനത്ത് വരുന്നത് എങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ലഗ്നത്തിൽ ശനിയും ഗുളികനും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അല്പം ടഫായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കണമെന്നത് ഈ ജാതകൻ്റെ യോഗവുമാണ്. അപ്പോൾ അതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ശ്രദ്ധ, അല്പസ്വല്പം കൃത്യമായിട്ടൊരു അറിവ് നേടി അതേപോലെ തന്നെ കൃത്യമാണ് കാര്യങ്ങളൊന്നൊന്ന് ഉറപ്പാക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്താൽ അത്തമാണ് നക്ഷത്രം. ചന്ദ്രദശയിൽ ജനിച്ചു. 2009 വരെ ചന്ദ്രൻ, അതിനുശേഷം 7 കൊല്ലം കുജൻ, 2016 വരെ, അതിനുശേഷം രാഹു 2034 വരെ, അതിനുശേഷം ഗുരു 2050 വരെ, ശേഷം ശനി 2069 വരെ, ശേഷം ബുധൻ, കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ രാഹുവിൽ ബുധനാണ് 2027 മെയ് 5-ാം തീയതി വരെ. ഈ രാഹുവിൽ ബുധൻ എന്ന് പറയുമ്പോൾ രാഹു തന്നെ പൊതുവെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഛായാഗ്രഹമാണ്. അപ്പോൾ ബുധൻ നിൽക്കുന്നത് ചന്ദ്രനോടൊത്ത് നീചനായിട്ടുള്ള സുഹൃത്ത് ശുക്രനോടൊത്തൊക്കെയാണ്. അപ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയം തന്നെയാണ് നിലവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ ഏറെ നന്ന്. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.